ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീസ്ട്രെയിൻഡ് സ്ലാബ്സിൻ്റെ ഡിസൈൻ പ്രൊസീജിയറാണ്. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി റെഫർ ചെയ്യേണ്ടത് പേജ് 90 ഓഫ് IS 456/2000 അനക്സർ ഡിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരു റീസ്ട്രെയിൻഡ് സ്ലാബ്സിൻ്റെ ഡിസൈനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ എന്താണ് റീസ്ട്രെയിൻഡ് സ്ലാബ്? റീസ്ട്രെയിൻഡ് സ്ലാബ് എന്ന് പറഞ്ഞാൽ when the corners of a slab are prevented from lifting. Corners of slab which are prevented from lifting, that is corners are held down, ആ കേസിനാണ് എന്ത് പറയുന്നത്, നമ്മൾ റീസ്ട്രെയിൻഡ് സ്ലാബ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റീസ്ട്രെയിൻ ചെയ്യാത്ത ഒരു സ്ലാബിൻ്റെ ഡിസൈൻ, 2-way സ്ലാബിൻ്റെ ഡിസൈൻ ചെയ്തിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് 4 corners are not held down എന്നായിരുന്നു. അപ്പോൾ 4 corners are free to lift എന്നുള്ള കേസായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോബ്ലം. അപ്പോൾ ആ കേസ് എന്ന് പറഞ്ഞാൽ ഒരു ഐസൊലേറ്റഡ് സ്ലാബ്, ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂം, അതിൻ്റെ മേലെ വരുന്ന സ്ലാബ്, ആ സ്ലാബിൻ്റെ മുകളിൽ ഉണ്ടാവില്ല, നമ്മൾ വേറൊരു വാളൊന്നും കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ എന്താണ്, ഇറ്റ് ഈസ് ഫ്രീ ടു ലിഫ്റ്റ് ആണ്. ദാറ്റ് ഈസ് കോർണേഴ്സ് ആർ നോട്ട് ഹെൽഡ് ഡൗൺ. ആ കേസായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ റീസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് 4 corners ആർ പ്രിവെൻറ്റഡ് ഫ്രം ലിഫ്റ്റിംഗ്, ദാറ്റ് ഈസ് 4 corners ആർ ഹെൽഡ് ഡൗൺ. അപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ടാവും 4 corners ആർ ഹെൽഡ് ഡൗൺ. അപ്പോൾ ആ കേസാണ് എന്ത്, റീസ്ട്രെയിൻ സ്ലാബ്. അപ്പോൾ റീസ്ട്രെയിൻ സ്ലാബിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, അപ്പോൾ റീസ്ട്രെയിൻ സ്ലാബിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു വലിയ റൂമുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 50 meter to 21 meter ഡയമെൻഷൻ വരുന്ന വലിയൊരു റൂം. അപ്പോൾ ഈ റൂമിൽ നമുക്ക് ഒറ്റ സ്ലാബ് കൊടുക്കുന്നത് എന്താണ്, പ്രയാസമായിരിക്കും. അപ്പോൾ ഒറ്റ സ്ലാബ് കൊടുക്കുകയാണെങ്കിൽ അതിനാവശ്യമുള്ള ഡെപ്ത് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഡെപ്ത് നമുക്ക് ആവശ്യം വരും. അപ്പോൾ അങ്ങനത്തെ കേസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, ആ റൂമിനെ നമ്മൾ ബീംസ് വെച്ചിട്ട് എന്ത് ചെയ്യും, സബ് ഡിവൈഡ് ചെയ്യും, പാനൽസ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ കേസിൽ നമ്മൾ 50 meter സൈഡിനെ ബീം വെച്ചിട്ട് എന്ത് ചെയ്യും, 3 പാനലായിട്ട് ഡിവൈഡ് ചെയ്യും. അതുപോലെ തന്നെ 21 meterനെ നമ്മൾ ബീം വെച്ചിട്ട് 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 5 meter to 7 meterൻ്റെ ഡിഫറെൻറ്റ് പാനൽസ് ഓഫ് സ്ലാബ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡെപ്ത്ത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേസിലാണ് എന്ത് വരുന്നത്, റീസ്ട്രെയിൻ സ്ലാബ് വരുന്നത്. അപ്പോൾ ഈ ഒരു കേസ് എടുക്കാം, ഇവിടെ 5 എന്നുള്ള സ്ലാബ് എടുക്കാം. ഇതെന്താണ്, ഈ സ്ലാബ് ഈ 4 ഭാഗത്തുനിന്ന് റീസ്ട്രെയിൻഡ് ആണ്. 4 ഭാഗത്തുനിന്ന് റീസ്ട്രെയിൻസ് ആണ്. ഈ കോർണേഴ്സ് എല്ലാം എന്താണ്, ഹെൽഡ് ഡൗൺ ആണ്. അല്ല, അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ, ഈ സ്ലാബിൻ്റെ മുകളിൽ വേറൊരു വാളും കൂടി വന്നാൽ എന്താണ്, ഈ സ്ലാബ് മൊത്തമായിട്ട് ടോട്ടലായിട്ട് എല്ലാ കോർണേഴ്സും, ഈ പാനലിൽ വരുന്ന എല്ലാ കോർണേഴ്സും എന്തായിരിക്കും, ആർ പ്രിവെൻറ്റഡ് ഫ്രം ലിഫ്റ്റിംഗ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ കോർണേഴ്സ് ആർ ഹെൽഡ് ഡൗൺ ആയിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി എ റീസ്ട്രെയിൻഡ് സ്ലാബ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ഒരു വലിയ ഒരു റൂം വരുമ്പോഴാണ് എന്ത് വരുന്നത്, റീസ്ട്രെയിൻഡ് സ്ലാബിൻ്റെ കേസ് വരുന്നത്. അപ്പോൾ ഈ കേസിൽ ഇത് ഡിസൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ആസ് പെർ ഡി 1.1 to 1.11. അപ്പോൾ 1.1 പറയുന്നത് ദ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത് ബൈ ദ ഇക്വേഷൻ mx ഈക്വൽ ടു എന്താണ്, ആൽഫ എക്സ് ഇൻറ്റു WLX², my ഈക്വൽ ടു ആൽഫ വൈ ഇൻറ്റു W ഇൻറ്റു LX². അപ്പോൾ mx എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബെൻഡിങ് മൊമെൻറ്റ് അലോങ് ഡിസൈൻ ബെൻഡിങ് മൊമെൻറ്റ് അലോങ് എക്സ് ഡയറക്ഷൻ. my എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെൻറ്റ് അലോങ് വൈ ഡയറക്ഷൻ. ആൽഫ എക്സ് ആൽഫ വൈ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻറ്റ് അലോങ് ഷോർട്ടർ ആൻഡ് ലോങ്ങർ ഡയറക്ഷൻ റെസ്പെക്റ്റീവ്ലി. Lx ആൻഡ് Ly എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എഫക്റ്റീവ് സ്പാൻ ഓഫ് ഷോർട്ടർ ആൻഡ് എഫക്റ്റീവ് സ്പാൻ ഓഫ് ലോങ്ങർ ഡയറക്ഷൻ റെസ്പെക്റ്റീവ്ലി ആണ്. അപ്പോൾ ഇതിൽ
നമുക്ക് ആൽഫ എക്സ് ആൻഡ് ആൽഫ ഐ ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുന്നത് ഇറ്റ് ഈസ് ഫ്രം ടേബിൾ 26 ആണ്. അപ്പോൾ ടേബിൾ 26 നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്, ടേബിൾ 26 പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻറ്റ് ഫോർ റെക്റ്റാങ്കുലർ പാനൽസ് സപ്പോർട്ടഡ് ഓൺ 4 sides with the provision for torsion at corners. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 4 കോർണേഴ്സും, നമ്മൾ റിസ്ട്രെയിൻ സ്ലാബിൽ 4 കോർണേഴ്സും വിച്ച് ആർ പ്രിവെൻറ്റഡ് ഫ്രം ലിഫ്റ്റിംഗ് ആയതുകൊണ്ട് ദർ ഇസ് എ പ്രൊവിഷൻ ഓഫ് ടോർഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 4 കോർണേഴ്സിന് എന്ത് വരാനുണ്ട്? ടോർഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ടോർഷൻ വരുന്നതുകൊണ്ട് സാധ്യതയല്ല, ദർ ഇസ് ടോർഷൻ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ടോർഷൻ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് ഈ കോർണേഴ്സിന് എന്ത് ചെയ്യണം? റിസ്ട്രെയിൻ സ്ലാബ്സിന് നമ്മൾ കോർണേഴ്സ് ഷുഡ് ബി റീഇൻഫോഴ്സ്ഡ് വിത്ത് ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ഒരു ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിൻ്റെ ഒരു പ്രൊവിഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക. റിസ്ട്രെയിൻ സ്ലാബ്സ് ആണെങ്കിൽ കോർണേഴ്സിന് നമ്മളെന്ത് പ്രൊവൈഡ് ചെയ്യും? ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. നമ്മൾ ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാം. മെഷായിട്ടാണ് എന്ത് ചെയ്യാറ്? പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇനി നമ്മൾ ഈ ടേബിൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് 9 കേസുകൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ 9 കേസുകളും LY/LX റേഷ്യോ, ആൽഫ എക്സ് ആൽഫ വൈ വാല്യൂ തന്നിട്ടുണ്ടാവും. അത് ഫസ്റ്റ് 4 കേസ് ആദ്യം പറയാം. ഇൻറ്റീരിയർ പാനൽസ് 1 ഷോർട്ട് എഡ്ജ് കണ്ടിന്യൂസ്, 1 ലോങ് എഡ്ജ് കണ്ടിന്യൂസ്, 2 adjacent edges discontinuous. അപ്പോൾ ഈ കേസസ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ദാറ്റ് ഈസ് 7 മീറ്റർ ടു 5 മീറ്റർ പാനൽസ് വരുന്ന 15/21 മീറ്ററിൻ്റെ സ്ലാബ് എടുക്കാം, റൂം എടുക്കാം. അതിൻ്റെ മുകളിൽ വരുന്ന സ്ലാബിൻ്റെ കേസ് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ പാനൽ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് കേസ് ഇൻറ്റേർണൽ പാനലാണ്. ദാറ്റ് ഈസ് ഇതിൻ്റെ 4 സൈഡ്സും എന്താണ്? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 4 സൈഡ്സും എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 സൈഡ്സ് കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഷോർട്ടർ അടിച്ച് എന്താണ്? ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇനി സെക്കൻഡ് കേസാണ് ഇതും വരുന്നത്. 3 സൈഡ്സ് കണ്ടിന്യൂസ് ആണ്, ഷോർട്ടർ സൈഡ് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇനി മൂന്നാമത്തെ കേസ് വരുന്നത് 3 സൈഡ്സ് എന്താണ്? കണ്ടിന്യൂസ് ആണ്, പക്ഷേ ലോങ്ങർ എഡ്ജ്, ഇവിടെ 7 മീറ്റർ ആണ് ലോങ്ങർ എഡ്ജ് വരുന്നത്, അതെന്താണ്? ഡിസ്കണ്ടിന്യൂസ്. അപ്പോൾ മൂന്നാമത്തെ കേസ് ഇതും മൂന്നാമത്തെ കേസ് തന്നെ വരുന്നത്. ഇനി ഫോർത്ത് കേസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻ്റ് എഡ്ജസ് എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. അഡ്ജസൻ്റ് എഡ്ജസ് എന്താണ്? ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ്. ഇനി ഫിഫ്ത്ത് കേസ് വരുന്നത് 2 ഷോർട്ട് എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ്. 6th കേസ് വരുന്നത് 2 ലോങ് എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ്. 7th കേസ് വരുന്നത് 3 എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ്, അതിൽ 1 ലോങ് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് ആണ്. 8th കേസ് വരുന്നത് 3 എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ്, അതിൽ 1 ഷോർട്ട് എഡ്ജ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. 9th കേസ് വരുന്നത് 4 എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ്. ഇതും കൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ സെക്കൻഡ് കേസസ് 1 ഷോർട്ട് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് ആണ്, നോട്ട് കണ്ടിന്യൂസ്. അത് ചെറിയൊരു മിസ്റ്റേക്കാണ്. ഡിസ്കണ്ടിന്യൂസ് ആണ്, നോട്ട് കണ്ടിന്യൂസ്. അപ്പോൾ ഈ ഒരു 5 കേസും കൂടി നമുക്കൊന്ന് പറയാം. അപ്പോൾ ഫിഫ്ത്ത് കേസ് വരുന്നത് എന്താണ്? ഫിഫ്ത്ത് കേസ് വരുന്നത് 2 ലോങ് എഡ്ജ് എന്താണ്? 2 ലോങ് എഡ്ജ് കണ്ടിന്യൂസ് ആണ്, ബാക്കിയുള്ള ഷോർട്ട് എഡ്ജസ് എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇനി 7th കേസ് എന്താണ്? 7th കേസ് വരുന്നത് ഇറ്റ് ഈസ് 3 എഡ്ജസ് ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ആണ്, ഒരു ലോങ് എഡ്ജ് എന്താണ്? ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. ഇതാണ് ലോങ് എഡ്ജ് വരുന്നത് 7 മീറ്ററിൻ്റെ. ഇനി 6th കേസ് വരുന്നത് ഇതിൽ 6th കേസ് വരുന്നത്, അപ്പോൾ 6th കേസ് വരുന്നത് എങ്ങനെയാണ്? 6th കേസ് വരുന്നത് 2 ഷോർട്ട് എഡ്ജ് എന്താണ്? ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആണ്,
രണ്ട് ഷോർട്ട് എഡ്ജ് കണ്ടിന്യൂസ് ആണ്, പക്ഷേ ലോങ് എഡ്ജസ് എന്താണ്, ഡിസ്കണ്ടിന്യൂസ് ആണ്. 8th കേസ് വരുന്നത് ദാറ്റ് ഈസ് 3 ഭാഗം എന്താണ്, ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ആണ്, പക്ഷേ ഒരു ഷോർട്ട് എഡ്ജ് എന്താണ്, ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആണ്. 3 ഭാഗവും ഡിസ്കണ്ടിന്യൂസ്, ഒരു ഷോർട്ട് എഡ്ജ് കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ് എന്ത്, 8th കേസ്. 9th കേസ് എന്ന് പറഞ്ഞാൽ ഓൾ ദാറ്റ് ഈസ് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂം, 5/7 എടുക്കാം. അപ്പോൾ ഐസൊലേറ്റഡ് ആണ്, ഒരു 4 ഭാഗം എന്തെന്നില്ല, 4 ഭാഗം കണ്ടിന്യൂസ് അല്ല, ദാറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ആണ്. പക്ഷേ കോർണേഴ്സ് എന്താണ്, ഇറ്റ് ഈസ് ഹെൽഡ് ഓൺ, ദാറ്റ് ഈസ് ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ വാള് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് 9th കേസ്. അപ്പോൾ ഈ കേസസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ കേസസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഇതിൽ നമുക്ക് 2 തരത്തിലുള്ള മൊമെൻറ്റ് കോഎഫിഷ്യൻസ് ഉണ്ട്. ദാറ്റ് ഈസ് നെഗറ്റീവ് മൊമെൻറ്റ് കോഎഫിഷ്യൻ്റ് ഉണ്ട്, അതിൽ തന്നെ പോസിറ്റീവ് മൊമെൻറ്റ് കോഎഫിഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് സ്ലാബ് ആണെങ്കിൽ ദർ ഈസ് നെഗറ്റീവ് മൊമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ കണ്ടിന്യൂസ് എഡ്ജസിലൊക്കെ എന്തുണ്ട്, നെഗറ്റീവ് മൊമെൻറ്റ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ പെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഈ ഒരു ഷേപ്പിലായിരിക്കും. കണ്ടിന്യൂസ് എഡ്ജസിൽ അറ്റ് ദി സപ്പോർട്ട്സ് എന്തുണ്ട്, നെഗറ്റീവ് മൊമെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യും. മിഡിൽ ഓഫ് ദി സ്പാനിലാണ് എന്ത് ചെയ്യുന്നത്, പോസിറ്റീവ് മൊമെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നെഗറ്റീവ് മൊമെൻറ്റ്സും പോസിറ്റീവ് മൊമെൻറ്റ്സും ഈ ഒരു ടേബിൾ വെച്ചിട്ട് അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നെഗറ്റീവ് മൊമെൻറ്റ്സും കണ്ടുപിടിക്കുക, പോസിറ്റീവ് മൊമെൻറ്റ്സും കണ്ടെത്തുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇനി D1.2 പറയുന്നത്, ദ സ്ലാബ്സ് ആർ കൺസിഡേർഡ് ആസ് ഡിവൈഡഡ് ഇൻ ഈച്ച് ഡയറക്ഷൻ ഇൻ ടു മിഡിൽ സ്ട്രിപ്പ് ആൻഡ് എഡ്ജ് സ്ട്രിപ്പ് ആസ് ഷോൺ ഇൻ ഫിഗർ 25. The middle strip being 3/4 of the width and the edge strip 1/8 of the width. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ മിഡിൽ സ്ട്രിപ്പിനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഈ മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടെത്തുന്നത്. അപ്പോൾ ഈ മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടെത്തുന്നത് ഫോർ ദി മിഡിൽ സ്ട്രിപ്പിലാണ്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ മിഡിൽ സ്ട്രിപ്പും അതുപോലെ തന്നെ എഡ്ജ് സ്ലാബിനെ മിഡിൽ സ്ട്രിപ്പായിട്ടും എഡ്ജ് സ്ട്രിപ്പായിട്ടും എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തെടുക്കും. അപ്പോൾ ഒരു നമ്മൾ ഷോർട്ടർ സ്പാൻ ഫോർ LX, ഷോർട്ടർ സ്പാൻ്റെ കേസിൽ ഇതാണ് മിഡിൽ സ്ട്രിപ്പ് വരുന്നത്, ഇതാണ് ഷോർട്ടർ സ്പാൻ വരുന്നത്. മിഡിൽ സ്ട്രിപ്പ് വരുന്നത് അതിൻ്റെ വിടുത്ത് വരുന്നത് എന്തായാലും ഷോർട്ടർ സ്പാനിൽ ഇറ്റ് ഈസ് 3/4 LY ആണ്. ഇതാണ് ഷോർട്ടർ സ്പാൻ വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന മിഡിൽ സ്ട്രിപ്പ് വിടുത്ത് വരുന്നത് ഇറ്റ് ഈസ് 3/4 LY ആണ്. എഡ്ജ് സ്ട്രിപ്പ് വരുന്നത് ഇറ്റ് ഈസ് LY/8 ആണ്, ഇത് LY/8 ആണ്. ഇനി ലോങ്ങർ സ്പാൻ എടുക്കുകയാണെങ്കിൽ ഇതാണ് ലോങ്ങർ സ്പാൻ വരിക. അപ്പോൾ അതിൽ വരുന്ന സ്ട്രിപ്പ് മിഡിൽ സ്ട്രിപ്പ് വരുന്നത് 3/4 of LX, മിഡിൽ സ്ട്രിപ്പിൻ്റെ വിടുത്ത് വരുന്നത് 3/4 of LX ആണ്. എഡ്ജ് സ്ട്രിപ്പിൻ്റെ വിടുത്ത് വരുന്നത് LX/8 ആണ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ 2-way സ്ലാബ് റീസ്ട്രെയിൻഡ് 2-way സ്ലാബ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പോസിറ്റീവ് മൊമെൻറ്റ്സ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കും. പോസിറ്റീവ് മൊമെൻറ്റ്സ് അല്ല, ഇവിടെ കണ്ടുപിടിക്കുന്ന മൊമെൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇൻ മിഡിൽ സ്ട്രിപ്പിലാണ്. അപ്പോൾ ബോത്ത് ഡയറക്ഷനിലും മിഡിൽ സ്ട്രിപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മൊമെൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മിഡിൽ സ്ട്രിപ്പിൻ്റെ വിടുത്ത് എത്രയാണ് വരുന്നത്, 3/4 ഓഫ് എഫക്റ്റീവ് ലെങ്ത് ആണ്. അപ്പോൾ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കണം. പിന്നെ വരുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ എഡ്ജ് സ്ട്രിപ്പ് പാരലൽ ടു ദാറ്റ് എഡ്ജ് ഷാൾ കംപ്ലൈ വിത്ത് ദി മിനിമം. അപ്പോൾ എഡ്ജിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ
ഇവിടെ എഡ്ജിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഷോർട്ടർ സ്പാനിൽ കൊടുക്കുക. അപ്പോൾ എഡ്ജിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എന്താണ്, മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ്, ദാറ്റ് ഈസ് 0.12 അല്ലെങ്കിൽ 0.15% ഓഫ് BD ആണ് കൊടുക്കുന്നുണ്ടാവുക. ലോങ് സ്പാൻ ആണെങ്കിൽ ഈ രീതിയിൽ കൊടുക്കും. എഡ്ജിൽ നമ്മൾ എന്ത് ചെയ്യും, മിനിമം റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോർണേഴ്സിൽ എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൾ ബി പ്രൊവൈഡഡ് അറ്റ് എനി കോർണർ where the slab is simply supported on both edges meeting at that corners. It shall consist of top and bottom reinforcement. നമ്മൾ മെഷായിട്ടാണ് ടോപ്പ് ആൻഡ് ബോട്ടം റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഒരു മെഷായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈച്ച് ലെയർ ഓഫ് ബാർസ് പാരലൽ ടു ദി സൈഡ്സ് ഓഫ് സ്ലാബ് ആൻഡ് എക്സ്റ്റെൻഡിങ് ഫ്രം ദി എഡ്ജ് എ മിനിമം ഡിസ്റ്റൻസ് ഓഫ് 1/5 ഓഫ് ദി ഷോർട്ടർ സ്പാൻ. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1/5 ഓഫ് LX ആണ് വരുന്നുണ്ടാവുക, ആ മെഷിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും വരുന്നത്. ദ ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ഈച്ച് ഓഫ് ദിസ് 4 layers ഷാൾ ബി 3/4 ഓഫ് ദി ഏരിയ റിക്വയർഡ് ഫോർ ദി മാക്സിമം മിഡ് സ്പാൻ മൊമെൻറ്റ്. അപ്പോൾ മാക്സിമം മിഡ് സ്പാൻ മൊമെൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ASTൻ്റെ 3/4 നമുക്ക് എന്താ ആവശ്യമുള്ളൂ, ടോർഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാറുള്ളൂ. ഇനി ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഈക്വൽ ടു ഹാഫ് ദാറ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ 1.8 ഷാൾ ബി പ്രൊവൈഡഡ് കോർണേഴ്സ് കണ്ടെയ്ൻഡ് ബൈ എഡ്ജസ് ഓവർ ഓൺലി വൺ ഓഫ് വിച്ച് സ്ലാബ് ഈസ് കണ്ടിന്യൂസ്. ആൻഡ് ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നീഡ് നോട്ട് ബി പ്രൊവൈഡഡ് അറ്റ് എനി കോർണേഴ്സ് കണ്ടെയ്ൻഡ് ബൈ എഡ്ജസ് ഓവർ ബോത്ത് ഓഫ് വിച്ച് സ്ലാബ്സ് ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന മെഷായിട്ടാണ്, അത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും വരുന്നത് 1/5 ഓഫ് LX ആണ്, ദാറ്റ് ഈസ് 0.2 LX ആണ് വരുന്നുണ്ടാവുക. അപ്പോൾ ഇതൊരു സ്ലാബായിട്ട് കൺസിഡർ ചെയ്യുക. അതിൻ്റെ കോർണേഴ്സാണ് 1, 2, 3, 4 എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കേസിൽ ഈ കേസ് എടുക്കാം. ഈ കേസ് എന്ന് പറഞ്ഞാൽ രണ്ട് കോർണേഴ്സിൽ വരുന്ന എഡ്ജസ് എന്താണ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള കേസിലാണ് നമ്മൾ എന്ത് ചെയ്യാം 0.75 ഓഫ് ASTX നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ കേസ് എന്ന് പറഞ്ഞാൽ ഒരെഡ്ജ് എന്താണ്, നമ്മൾ ഈ കോർണറിൻ്റെ ഒരെഡ്ജ് ഡിസ്കണ്ടിന്യൂസ് ആണ്, ഒരെഡ്ജ് എന്താണ് കണ്ടിന്യൂസ് ആണ്. ആ കേസിൽ നമ്മൾ 3/4 ഓഫ് ASTXൻ്റെ അതിൻ്റെ പകുതിയാണ് എന്ത് ചെയ്യുക ടോർഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം. ഈ കേസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ മിഡിൽ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ASTയുടെ 3/4 ദാറ്റ് ഈസ് 0.75 ആണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഈ കേസിൽ എത്രയാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക, അതിൻ്റെയും പാതിയാണ്. ദാറ്റ് ഈസ് ഒരു എഡ്ജ് എന്താണ് കണ്ടിന്യൂസ് ആണ്, ഒരു എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള കോർണറിൽ. ഇനി ഈ കോർണറിന് അതുപോലെ തന്നെ ഒരു എഡ്ജ് കണ്ടിന്യൂസും ഒരു എഡ്ജ് ഡിസ്കണ്ടിന്യൂസും. അപ്പോൾ ഈ കോർണറിലും നമ്മൾ ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഈ കോർണറിൻ്റെ പ്രത്യേകത എന്താ, ഈ കോർണർ എന്ന് പറഞ്ഞാൽ രണ്ട് എഡ്ജസും കണ്ടിന്യൂസ് ആണ്. അവിടെ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യേണ്ടതില്ല എന്നാണ് കോഡ് പറഞ്ഞിട്ടുള്ളത്, ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതില്ല എന്നാണ് നമ്മൾ കോഡ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇതുവരെ 1.3 വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ മാക്സിമം മൊമെൻറ്റ്സ് ആർ കാൽക്കുലേറ്റഡ് അപ്ലൈ ഓൺലി ടു ദി മിഡിൽ സ്ട്രിപ്സ്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡഡ് അറ്റ് മിഡിൽ സ്പാൻ ഇൻ ദി മിഡിൽ സ്ട്രിപ്പ് ഷോൾ എക്സ്റ്റെൻഡ് ഇൻ ദി ലോവർ പാർട്ട് ഓഫ് ദി സ്ലാബ് ടു വിത്തിൻ 0.25 L ഓഫ് എ കണ്ടിന്യൂസ് എഡ്ജ് ഓർ 0.15 L ഓഫ് ദി ഡിസ്കണ്ടിന്യൂസ് എഡ്ജ്. 1.5 പറയുന്നത് ഓവർ ദ continuous edges of the middle strip, the tension reinforcement shall extend in the upper part of the slab a distance of 1.15 L from the support, and at a distance 50% shall extend at a distance of 0.3 L. ഇനി 1.6 പറയുന്നത് at discontinuous edge negative moment may arise
depending on the degree of fixity at the edge of the slab, but in general, tension reinforcement equal to 50% of that provided at midspan, extending 0.1 L into the span will be sufficient. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ ക്ലോസസ് നമുക്കൊരു ചിത്രത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം പറഞ്ഞിട്ടുള്ള എന്താണ്, ഡിസ്കണ്ടിന്യൂസ് എഡ്ജിൽ നമ്മൾ മിഡിൽ എന്ത് ചെയ്യണം, ഡിസ്കണ്ടിന്യൂസ് എഡ്ജിൽ നമ്മൾ മിഡിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ്, ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് സപ്പോർട്ടിലോട്ട് 0.15 L എന്ത് ചെയ്യണം, സെൻറ്റർ ഓഫ് സപ്പോർട്ടിലോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇനി കണ്ടിന്യൂസ് അടിച്ചാണെങ്കിൽ 0.25 L, ഡിസ്കണ്ടിന്യൂസ് അടിച്ചാണെങ്കിൽ 0.15 L, കണ്ടിന്യൂസ് അടിച്ചാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സപ്പോർട്ടിലോട്ട് 0.25 L നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. നമുക്ക് 50% എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് കർട്ടെയിൽ ചെയ്യാനും പറ്റും. ഇനി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കേസ് പറയുന്നത് ഇറ്റ് ഷുഡ് ബി 0.15 L, കണ്ടിന്യൂസ് ഭാഗത്തും ഡിസ്കണ്ടിന്യൂസ് ഭാഗത്ത് 0.1 L ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. 50% എന്ത് ചെയ്യണം, 0.3 L, കുറച്ചും കൂടി നമ്മൾ 0.3 L എന്ത് ചെയ്യണം, ഇറ്റ് ഹാസ് ടു ബി എക്സ്റ്റെൻഡ്. അതാണ് നമ്മൾ ബാക്കിയുള്ള ക്ലോസസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ക്ലാസ്സസൊക്കെ നേർക്ക് നന്നായിട്ട് വായിക്കുക. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യും, പ്രോബ്ലംസ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം പറഞ്ഞിട്ടുള്ള ക്ലാസ്സസൊക്കെ എന്ത് ചെയ്യാം, നന്നായിട്ട് വായിച്ചിട്ട് അതിൻ്റെ പ്രൊസീജിയർ ഒന്ന് നിങ്ങൾ പഠിക്കുക. ബാക്കിയുള്ള ഡിസൈൻ പ്രൊസീജിയേഴ്സ് എല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ചെറിയ വ്യത്യാസങ്ങൾ, ഈ ഒരു വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു. ഹാവ് എ